എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി ഉടനടി അതിന് പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശത്രുദോഷം, അല്ലേ? നമ്മൾ പല രീതിയിലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശത്രുദോഷത്തിന് മാത്രം ഒരു പരിഹാരം കിട്ടുന്നില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള പൂജകൾ ചെയ്താലാണ് ശത്രുദോഷത്തിന് പരിഹാര കാര്യങ്ങൾ കിട്ടുന്നത്? നമുക്കതിന് ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നത്? വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് പൊതുവെ കഠിനമായ ആഭിചാര ദോഷങ്ങളും കൗളാചാരപരമായ ദോഷങ്ങൾ, അറബിക് ദോഷങ്ങളും മന്ത്രവാദ ദോഷങ്ങളും എല്ലാം നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജി തരുന്നതും കൂടെ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം. അപ്പോൾ ഈ ശത്രുദോഷങ്ങൾ, നമുക്ക് ഈ ശത്രുദോഷം കൊണ്ട് വിവാഹം നടക്കുന്നില്ല, നമ്മുടെ ജോലിയിൽ തടസ്സം ഉണ്ടാകുന്നു, വീട് പണി പൂർത്തീകരിക്കുന്നില്ല ഈ ശത്രുദോഷം കൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, അതായത് നമ്മൾ കടം ചോദിച്ചിരിക്കുന്ന വ്യക്തികൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പൈസ അവരിൽ നിന്ന് മറിഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക്, ഒരാളെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുക. അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഈ ശത്രുദോഷം കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ശത്രുദോഷം നമുക്ക് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ പോയി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യമേ നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പവിഴമല്ലിത്തറയുണ്ട്. അപ്പം ശത്രുദോഷമുള്ള വ്യക്തികളും ഈ അറബിക്കായിട്ടുള്ള മാന്ത്രിക ദോഷങ്ങൾ, അതായത് ശത്രുദോഷം, ഈ മന്ത്രവാദ ദോഷങ്ങൾ, കൗളാചാര ദോഷങ്ങൾ, അപ്പോൾ കൂടുതൽ ഈ അറബിക്കായിട്ടുള്ള, നമ്മൾ പറയത്തില്ല അറബിക്കട്ടാണ്, അത് എത്ര വഴിപാടുകളും ചെയ്തിട്ടും പൊട്ടുന്നില്ല, അല്ലെങ്കിൽ 4-ാം വേദത്തിൽ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ ആ ഒരു ദോഷങ്ങൾ, കാര്യങ്ങൾ, കൗളാചാര ദോഷങ്ങൾ, മന്ത്രവാദ ദോഷങ്ങൾ, ആ ദോഷങ്ങളൊക്കെ നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പവിഴമല്ലിത്തറയിൽ പോയി ഒരു 21 വലത്തിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക. എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളും മാറ്റിത്തരണേ, തടസ്സങ്ങൾ മാറ്റിത്തരണം ചോറ്റാനിക്കര പവിഴമല്ലിത്തറയിൽ. 7 വലത്തോ 21 വലത്തോ, അത് 21 വലത്ത് ഇടാൻ പറ്റുന്ന ഭക്തജനങ്ങൾ 21 വലത്തിട്ട് പ്രാർത്ഥിക്കുക. അഥവാ അത്രയും പറ്റുന്ന ബുദ്ധിമുട്ടുള്ള ഭക്തജനങ്ങൾ 7 വലത്തിട്ടാലും മതി. ഈ 7 വലത്ത് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഒരു തേങ്ങയും ഒരു ആൾരൂപവും മേടിച്ച് 21 തവണ ചോറ്റാനിക്കര അമ്മയുടെ നേരെ തലക്കൊഴിഞ്ഞ് ആ ആൾരൂപവും തേങ്ങയും ദേവിയുടെ നടയിലേക്ക് വെക്കുക. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങളും ഈ അറബിക് മാന്ത്രിക ദോഷങ്ങളും എല്ലാം നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിൽ തന്നെ ഒരു പൂജകളോ ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹോമങ്ങളും ചെയ്യാതെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ കുറയുന്നതാണ്. നമ്മളെ ബാധിച്ചിരിക്കുന്ന, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും നമ്മൾ പവിഴമല്ലിത്തറയിൽ 7 വലത്തുകളും അതുപോലെ തന്നെ 21 വലത്തുകളും ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവ് പരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ആ ദേവീ ചൈതന്യം വലിച്ചെടുക്കുകയും നമുക്ക് പോസിറ്റീവ് എനർജി തരും. അപ്പം നമുക്ക് ഈ 7 വലത്തും 21 വലത്തും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറും, വിവാഹ തടസ്സങ്ങൾ മാറും, ജോലി തടസ്സങ്ങൾ മാറും, വീട് വെക്കാനുള്ള തടസ്സങ്ങളൊക്കെ മാറും, നമുക്ക് പൈസ സംബന്ധമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഒപ്പം തന്നെ നമുക്ക് മനസ്സിന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും, അതായത് മനസ്സിന് എന്താ പറയുക, നല്ലൊരു സന്തോഷം ഉണ്ടാകും. അപ്പം നമ്മൾ ഒരു തേങ്ങ എടുക്കുക, തേങ്ങയുടെ കണ്ണ് നോക്കി ഒന്ന് നല്ലപോലെ ഒന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ആലുപം എടുത്ത് നെറ്റിക്ക് വെച്ചതിന് ശേഷം ഒരു 3-7 തവണ, അത് യുക്തി പോലെ ഒന്ന് ചെയ്യുക. 3 തവണ ഒഴിയാം, അല്ലെങ്കിൽ 7 തവണ ഒഴിയാം തേങ്ങ. എന്നിട്ട് എന്ത് ചെയ്യണം, കണ്ണ്, അതായത് ചോറ്റാനിക്കരമ്മയുടെ നേരെ ആയിരിക്കണം കണ്ണ് തേങ്ങ വെക്കേണ്ടത്. ആലൂപം അതുപോലെ തല ദേവിയുടെ അങ്ങോട്ട്, കാല് തിരിച്ച് ദേവിയുടെ നേരെ വെക്കരുത്, തല തന്നെ വെക്കണം ആലൂപത്തിൻ്റെ. സ്ത്രീക്ക് സ്ത്രീയുടെ ആലൂപം, പുരുഷന് പുരുഷൻ്റെ ആലൂപം. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചോറ്റാനിക്കര പോയി ചെയ്യുമ്പോഴത്തേക്ക് ശത്രുദോഷങ്ങൾ നമുക്ക് ഉണ്ടാകില്ല. ആരാണോ എന്താണോ നമുക്കെതിരെ ചെയ്തേക്കുന്നത് ശത്രുക്കൾക്ക് തന്നെ തിരിച്ചു കിട്ടും ഈ ഒരു കാര്യം ചെയ്യുക. നമ്മൾ ചോറ്റാനിക്കരയെ തൊഴുത് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ ഉപദേവതന്മാർക്ക് യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുക. താഴെ കീഴ്ക്കാവിൽ ശത്രു സംഹാര മന്ത്ര പുഷ്പാഞ്ജലി നടത്തി തൊഴുത് പ്രാർത്ഥിക്കുക. വീണ്ടും നമുക്ക് തിരക്ക് കുറവാണ്, ഈ ചോറ്റാനിക്കരമേ കയറി കണ്ട് തൊഴാം. അപ്പം ചോറ്റാനിക്കരയെ പോവുകയാണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉടനടി തന്നെ നമുക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുകയാണ്. ശത്രു എത്ര മേൽ നമുക്കെതിരെ ചെയ്താലും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ കല്യാണം തടസ്സപ്പെട്ടേക്കൊണ്ട് ശത്രു, ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, ശത്രുക്കൾക്ക് തന്നെ തിരിച്ചു കിട്ടും.
ശത്രു എന്താണോ ചെയ്തത് അത് തിരിച്ച് ശത്രുവിന് തന്നെ കിട്ടും. അതിനാണ് തേങ്ങയും ആലുവും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പവിഴമല തറയിൽ നമ്മുടെ ശരീരമായ രോഗങ്ങൾ മാറും, അസുഖങ്ങൾ മാറും, നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ എല്ലാം 7 വലത്തോ 21 വലത്ത് വെക്കുമ്പം നമ്മുടെ മനസ്സ് എന്താ പറയുക ഈശ്വരനിലേക്ക് എത്തും. നമുക്ക് നല്ല നല്ല ചിന്തകളിലേക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ദൈവാനുഗ്രഹം കൂടും. നെഗറ്റീവ് എനർജി ഒരിക്കലും നമ്മളെ ബാധിക്കത്തില്ല. അപ്പോൾ ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങൾ ഈ വഴിപാട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല.